വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഉള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്ത് തരുവാണ് ഈ ഒരു വീഡിയോയിൽ. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാന്റ് സയൻസ് എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇൻഫ്ലിബ് നെറ്റ്, NCBI, ശോധഗംഗ, ഇതൊക്കെ ഒരു 2 മാർക്കിന് പഠിച്ച് വയ്ക്കാം. ഓക്കെ, 2 മാർക്കിനാണ് ഇതൊക്കെ പഠിച്ച് വെക്കേണ്ടത്. പിന്നെ റിസർച്ച് റിപ്പോർട്ട് ഇതേപോലെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ, റിസർച്ച് പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് ഇതിലിപ്പോൾ ചോദിച്ചിട്ടുള്ളത്, റിസർച്ച് റിപ്പോർട്ടും അതുപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ കൂടെ സോഴ്സ് ഓഫ് റെഫറൻസും കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ സോഴ്സ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലിബ് നെറ്റ്, NCBI, ശോധഗംഗ, പിന്നെ ഗൂഗിൾ സ്കോളറൊക്കെ വരുന്നതാണ് എന്ത് സോഴ്സ് ഓഫ് റെഫറൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഇമ്പാക്റ്റ് ഫാക്ടറാണ്. ഇമ്പാക്റ്റ് ഫാക്ടറാണ് 2 മാർക്കിന് പഠിച്ച് വയ്ക്കുക. ഓക്കെ, 2 മാർക്കിന് മാക്സിമം 5 മാർക്ക്, 2 അല്ലെങ്കിൽ 5 മാർക്ക് ആയിരിക്കും ഇമ്പാക്റ്റ് ഫാക്ടർ എന്ന് വരുന്നുണ്ടാവുക. ബയോളജിക്കൽ ജേർണലും കൂടി ചേരുമ്പോഴാണ് ഇമ്പാക്റ്റ് ഫാക്ടർ ഏകദേശം 5 മാർക്കിന് വരുന്ന രീതിയിൽ പഠിക്കുക. ഓക്കെ, ബയോളജിക്കൽ ജേർണൽസിൽ ഇമ്പാക്റ്റ് ഫാക്ടേഴ്സ് കൂടിയ ജേർണൽ ഏതാണ്, അതിൻ്റെ എക്സാമ്പിളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് സയൻറ്റിഫിക് മെത്തേഡാണ്. സയൻറ്റിഫിക് മെത്തേഡ് 5 മാർക്കിന് ചോദിക്കാം, 10 മാർക്കിന് ചോദിക്കാം. ഓക്കെ, 5 മാർക്കിനും 10 മാർക്കിനും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെപ്സ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ് ചോദിക്കാൻ പറ്റും. 5 മാർക്കിനാകുമ്പോൾ അത്ര പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാവും. 10 മാർക്കിനാകുമ്പോൾ അത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടി വരും. പിന്നെ സ്റ്റൈൽ ഓഫ് സൈറ്റേഷൻ എന്ന് പറയുന്നത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി സ്റ്റൈൽ ഓഫ് സൈറ്റേഷൻ ഓക്കെ 2 മാർക്കിനും 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് സെൻട്രൽ ടെൻഡൻസിയാണ്. സെൻട്രൽ ടെൻഡൻസി 5 മാർക്കിനാണ് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത്. പിന്നെ മീൻ എന്താണ്, മീഡിയൻ എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ള രീതിയിൽ 2 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ഡിസ്പേർഷനാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും അതുപോലെ തന്നെ റിഗ്രഷൻ അനാലിസിസും കൂടി ചേർത്തിട്ടാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതല്ലാതെ വേരിയൻസ് എന്താണെന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ്റെ ഫോർമുല ചോദിച്ചിട്ടുള്ള അങ്ങനത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ ഡീവിയേഷനും ഫോർമുല ചോദിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ്. ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ നിങ്ങൾ എല്ലാ ടൈപ്പ് ഗ്രാഫുകൾ പഠിക്കും. ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, ഓജീവ്, ഇതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിൻ്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. അത് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. അതിൽ മാനുവലായിട്ടുള്ളതും യൂസിങ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളതും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഒരു തവണ ചോദിച്ചാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 5 മാർക്കിനാണ് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് ഉള്ള ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് 2 കൊല്ലം ഡാറ്റ റെപ്രസെൻറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്. 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻ്റർപ്രിട്ടേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെ സിഗ്നിഫിക്കൻസ് അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ നമുക്ക് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആവാം, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആവാം. 2 മാർക്കിനാണെങ്കിൽ എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ എന്താണ് കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, ആ രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ 5 മാർക്കിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ എന്താണ് എന്ന രീതിയിൽ ചോദിക്കാം. പിന്നെ മൊളാലിറ്റി, നോർമാലിറ്റി, പെർസെൻറ്റേജ്, PPM, ഈ ടേംസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇത് 2 മാർക്കിന് വരാവുന്ന പോർഷനാണ്. ഓക്കെ, പിന്നെ വരുന്നത് ക്രൊമാറ്റോഗ്രഫിയാണ്. ക്രൊമാറ്റോഗ്രഫി ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ നിങ്ങൾ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ക്രൊമാറ്റോഗ്രഫിയും സെൻട്രിഫ്യൂഗേഷനും പഠിച്ചിരിക്കണം. ഓക്കെ, ക്രോമാറ്റോഗ്രഫിയിൽ നിന്നും സെൻട്രിഫ്യൂഗേഷനും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇല്ലാതിരിക്കില്ല. ഓക്കെ, എന്താണ് ക്രോമാറ്റോഗ്രഫി, ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഈ ക്രോമാറ്റോഗ്രഫിയും സെൻട്രിഫ്യൂഗേഷനും ഇതിലേത് മാർക്കിന് വേണമെങ്കിലും ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കാം ക്രോമാറ്റോഗ്രഫീൻ്റെ ടൈപ്പുകൾ, മോളിക്കുലർ സീവിങ്,
അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയോ അല്ലെങ്കിൽ പാർട്ടീഷനോ അല്ലെങ്കിൽ അഡ്സോർപ്ഷനോ ആ രീതിയിൽ 2 മാർക്കിന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം, 5 മാർക്കിനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 10 മാർക്കിന് ചോദിക്കാം. 10 മാർക്കിനാവുമ്പം എല്ലാ ക്രോമാറ്റോഗ്രഫി ടൈപ്പുകളും അതിൻ്റെ പ്രിൻസിപ്പളും അതിൻ്റെ ടൈപ്പുകളും എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സെൻട്രിഫ്യൂഗേഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പൾ, വർക്കിംഗ് പ്രിൻസിപ്പൾ, ടൈപ്സ്, സെൻട്രിഫ്യൂഗ്സിൻ്റെ ടൈപ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതിൻ്റെയും ക്രോമാറ്റോഗ്രഫീൻ്റെ ആപ്ലിക്കേഷനും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വരുന്നത് സ്പെക്ട്രോഫോട്ടോമെട്രിയാണ്. സ്പെക്ട്രോഫോട്ടോമെട്രി ഇതുവരെ 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും സ്പെക്ട്രോഫോട്ടോമെട്രി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് കളറിമെട്രിയാണ്. കളറിമെട്രി എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മാർക്കിനൊക്കെ ഉള്ളത് നോക്കിയാൽ മതി. ഓക്കെ. ഇതുവരെ 2 മാർക്കിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. 2 മാർക്കിനുള്ളതൊക്കെ ഉള്ളൂ അതിൽ. പിന്നെ പി എച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പി എച്ച് ഒക്കെ മെഷർമെൻറ്റ് ഓഫ് പി എച്ച് അതൊക്കെ 2 മാർക്കിനും 5 മാർക്കിനൊക്കെയാണ് പി എച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. പി എച്ച് എന്താണ്, പി എച്ച് എങ്ങനെയാണത് മെഷർ ചെയ്യുക, ആസിഡും ബേസും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് ബഫറാണ്. ബഫറിൽ നമുക്ക് 2 മാർക്കിന് വരാം, 5 മാർക്കിന് വരാം. എങ്ങനെയാണ് ബഫർ പ്രിപ്പയർ ചെയ്യുന്നത്, ബയോളജിക്കൽ സ്റ്റഡീസിൽ ബഫർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ വരുന്നത് മൈക്രോസ്കോപ്പാണ്. ഇതൊരു വലിയ ടോപ്പിക് തന്നെയാണ്. ഇതിൽ പല മൈക്രോസ്കോപ്പുകളുണ്ട്. മൈക്രോസ്കോപ്പി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്, അത് 10 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താണെന്നൊക്കെ 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് മൈക്രോസ്കോപ്പി കംപ്ലീറ്റ് ആയിട്ട് 10 മാർക്കിനും ചോദിക്കാം. പിന്നെ വരുന്നത് വൈറ്റ് സ്റ്റെയിനിങ്, ഡബിൾ സ്റ്റെയിനിങ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഡൈകൾ ചോദിക്കാറുണ്ട്. ഇത് 2 മാർക്കിന് ചോദിക്കാം, അതുപോലെ തന്നെ 5 മാർക്കിന് ചോദിക്കാം. പ്രധാനമായിട്ട് അങ്ങനെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ മാസറേഷൻ, ഹോൾ മൗണ്ട്, സ്മിയർ, ഇത് 2 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. മാസറേഷനൊക്കെ 2 മാർക്കിന് മാസറേഷൻ എന്താണെന്ന് ചോദിക്കാം, എങ്ങനെ സ്മിയർ ഉണ്ടാക്കാമെന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് 3ഉം കൂടെ ഒരുമിച്ച് ഒരു 5 മാർക്കിന് ചോദിക്കാം. അങ്ങനെയാവാം. ഓക്കെ. പിന്നെ വരുന്നത് കില്ലിങ് ആൻഡ് ഫിക്സിങ്. അതൊക്കെ കില്ലിങ് ആൻഡ് ഫിക്സിങ്, ഡീഹൈഡ്രേഷൻ, ഇൻഫിൽട്രേഷൻ, ഇതൊക്കെ 2 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കില്ലിങ് ആൻഡ് ഫിക്സിങ് ആണെങ്കിൽ എന്താണ് കില്ലിങ്, എന്താണ് ഫിക്സിങ് എന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫിക്സേറ്റീവ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഫിക്സേറ്റീവ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ക്രാഫ്റ്റ് സൊല്യൂഷൻ എന്താണ്, കാർണോയ് സൊല്യൂഷൻ എന്താണ്, അതിൻ്റെ കമ്പോസിഷൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇനിയിപ്പോൾ ഡീഹൈഡ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം, എന്താണ് ഡീഹൈഡ്രേഷൻ, എന്താണ് ഇൻഫിൽട്രേഷൻ, അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്സ് ചോദിക്കാം, അതിൻ്റെ പ്രൊസീജിയർ ചോദിക്കാം. ഇനി ഇൻഫിൽട്രേഷനിൽ വേണമെങ്കിൽ പാരഫിൻ വാക്സ് മെത്തേഡൊക്കെ ചോദിക്കാം. അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതായത് 21 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല. അതിൻ്റെ മുന്നേ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ മുന്നേ ഉള്ള സിലബസ് 2019 മുന്നേ ഉള്ള സിലബസിലൊക്കെ ഈ പാരഫിൻ വാക്സ് മെത്തേഡൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചിട്ട് ഇത് മാത്രം പഠിച്ച് പോയിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് പറയരുത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഏതൊക്കെ ടോപ്പിക്സ് കമ്പൽസറി ആയിട്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ള ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും പോവുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യാൻ ഞാനിപ്പോൾ വീട്ടിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് റെഫറൻസിനുള്ള ബുക്സും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പറയുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പറയണേ, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ റെഫർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ റെഫറൻസ് ബുക്കും എല്ലാം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അതിന് പറ്റില്ല. ഞാൻ ഒരു ജൂൺ 4-ാം തീയതി ആയിരിക്കും വീട്ടിലെത്തുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുന്നേ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ചെയ്യാം. മാക്സിമം ജൂൺ 4-ഓ 5-നോ ആയിട്ട് ബാക്കി വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.